കടുത്ത വേനലിൽ നട്ടം തിരിഞ്ഞ് ഹൈറേഞ്ചിലെ ഏലം കർഷകർ. കൊടുംചൂടിൽ ജലസ്രോതസ്സുകൾ വറ്റിത്തുടങ്ങിയതോടെ ഏലച്ചെടികൾ നനയ്ക്കാൻ കഴിയാതെ ചെടികൾ കൂട്ടത്തോടെ കരിഞ്ഞുണങ്ങുകയാണ്. ലക്ഷങ്ങൾ മുടക്കി പരിപാലിച്ച ചെടികളാണ് ഉണങ്ങി വീഴുന്നത്. ന്യായവിലയുണ്ടെങ്കിലും കാലാവസ്ഥ കർഷകർക്ക് വില്ലനായി. ഇടവപ്പാതിയും തുലാം മഴയും ചതിച്ചു. പ്രതീക്ഷിച്ച വേനൽ മഴയും ലഭിച്ചില്ല. ഇതോടെ നദികളും കുളങ്ങളും വറ്റി വരണ്ടു. ചെറുകിട ഏലം കർഷകർക്ക് ഏലച്ചെടികൾ നനയ്ക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ടായി. കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറിയതോടെ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലാണ് കർഷകർ. ഈ അവസ്ഥയിൽ എങ്ങനെ ചെടികൾ നനയ്ക്കും? ഏലച്ചെടികൾക്ക് എപ്പോഴും തണുത്ത കാലാവസ്ഥ അനിവാര്യമാണ്. ചെടിയുടെ അടിഭാഗത്ത് എപ്പോഴും ഈർപ്പം നിലനിർത്തണം. തണുപ്പ് നിലനിർത്തിയാൽ മാത്രമേ ശരം പൊട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ ജൂൺ മാസം ആകുമ്പോഴേക്കും കായ് പിടിക്കൂ. ഹൈറേഞ്ചിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലമാണ്. ന്യായ വിലയുണ്ടെങ്കിലും കാലാവസ്ഥ വില്ലനായി മാറിയിരിക്കുകയാണ്. വെള്ളത്തിന്റെ ലഭ്യത കുറവുകൊണ്ട് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. വെള്ളം നനയ്ക്കാൻ പറ്റാത്തൊരു മാർഗം, ആറ്റിൽ വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം നനയ്ക്കാൻ മാർഗമില്ല. അതുകൊണ്ട് ഈ വറുതിയിൽ ഏലക്കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. ഈ നാട്ടിലെ ഒരുപാട് ഏലകർഷകരുണ്ട്. എല്ലാവരും ഇത്തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കുകയാണ്. ആയിരക്കണക്കിന് ചെടികൾ വെച്ചുപിടിപ്പിച്ച ആളുകൾ നനയ്ക്കാൻ മാർഗമില്ലാതെ ആ ചെടിയെല്ലാം ഉണങ്ങിപ്പോകുന്ന വലിയൊരവസ്ഥയുണ്ട്. നമ്മൾ ഈ റോഡ് സഞ്ചരിക്കുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാം, ആശുപത്രിപ്പടി ആ ഭാഗത്തൊക്കെ മുഴുവൻ ചെടികളും കരിഞ്ഞുണങ്ങി, ആയിരക്കണക്കിന് ചെടികളാണ് കരിഞ്ഞുണങ്ങി കിടക്കുന്നത്. കാരണം മുടക്കിയ പണം മുഴുവൻ, കടം മേടിച്ച് മുടക്കിയ പണം മുഴുവൻ ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പോലും മാർഗമില്ലാത്ത അവസ്ഥയിൽ കർഷകർ വിഷമിക്കുകയാണ്. ഈ കാലാവസ്ഥ ഇതുപോലെ വ്യതിയാനം ഉണ്ടായാൽ വീണ്ടും കർഷക ആത്മഹത്യയും മനുഷ്യന്റെ ജീവിതം തന്നെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. കാലാവസ്ഥ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ചത് ചെറുകിട ഏലം കർഷകരെയാണ്. ലക്ഷങ്ങൾ മുടക്കിയാണ് ഓരോ കർഷകരും ചെടികളെ പരിപാലിച്ചത്. ഇതുവരെ നനച്ച് പരിപാലിച്ച ചെടികളെ നനയ്ക്കാൻ മാർഗമില്ലാതെ കർഷകർ വലയുകയാണ്. ഈ വർഷം 3 വേനൽ മഴ മാത്രമാണ് ഉപ്പുതറ മേഖലയിൽ ലഭിച്ചത്. എന്നാൽ ഉണ്ടാകുന്ന ചൂട് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അതിനാൽ കുഞ്ഞുങ്ങളെപ്പോലെ നട്ടുപരിപാലിച്ച ചെടികൾ ഉണങ്ങി വീഴുന്നത് കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ. പ്രതികൂല കാലാവസ്ഥയിൽ പ്രതിസന്ധിയിലായ കർഷകർക്ക് സർക്കാർ പ്രത്യേകം പാക്കേജുകൾ പ്രഖ്യാപിച്ച് അടിയന്തരമായി നടപ്പിലാക്കിയില്ലെങ്കിൽ പല കർഷകരെയും ആത്മഹത്യയിലേക്ക് നയിക്കും. കടം വാങ്ങിയും ബാങ്ക് വായ്പ എടുത്തുമാണ് ചെടികളെ സംരക്ഷിച്ചത്. വലിയ കടബാധ്യതയിലാണ് ഹൈറേഞ്ചിലെ ചെറുകിട ഏലം കർഷകർ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.